കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരത്ത് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ശ്വാസമടക്കി പിടിച്ചുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ തവണത്തെ കേവലം 745 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന ഓർമ്മ ഇത്തവണയും മണ്ഡലത്തിൽ ഒരു ഫോട്ടോ ഫിനിഷ് പോരാട്ടത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. മഞ്ചേശ്വരത്ത് രേഖപ്പെടുത്തിയ 80% മുകളിലുള്ള പോളിംഗ് ആരെ തുണയ്ക്കുമെന്നത് നിഗൂഢമാണ്. ബിജെപിയുടെയും യുഡിഎഫിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ഒരേപോലെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർധനവ് വിജയത്തിന്റെ നേരിയ മാർജിനുകളെ അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ്. പ്രധാന സ്ഥാനാർത്ഥികളുടെ പേരിനോട് സാമ്യമുള്ള അപരന്മാർ പിടിക്കുന്ന ചെറിയ വോട്ടുകൾ പോലും മഞ്ചേശ്വരത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. 2016 യുഡിഎഫിന്റെ PB അബ്ദുൾ റസാഖ് വെറും 89 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണത്തെ 745 വോട്ടുകളുടെ വ്യത്യാസം പരിശോധിച്ചാൽ ഇത്തവണയും ഓരോ വോട്ടും ഇവിടെ വിലപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് നാട്ടിലെത്താൻ കഴിയാത്തതും പുതിയ വോട്ടർമാരുടെ നിലപാട് എങ്ങനെ എന്നുള്ളതും മഞ്ചേശ്വരത്തിന്റെ ഇലക്ഷൻ റിസൾട്ടിനെ നിർണ്ണയിക്കുമെന്നത് ഉറപ്പാണ്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ക്ലാസിക് ജ്വല്ലറി.